60 അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ വീണ പൂച്ചയെ ഫയർഫോഴ്സ് സംഘം രക്ഷിച്ചു. വീട്ടുകാർ ഓമനിച്ചു വളർത്തിയ കാത്തു എന്ന പൂച്ച കിണറ്റിൽ വീണതോടെ ഏറെ ആശങ്കയിലായിരുന്നു വീട്ടുകാരും കുട്ടികളും. പലതരത്തിലുള്ള പരിശ്രമങ്ങളും പൂച്ചയെ രക്ഷിക്കാനായി വീട്ടുകാർ നടത്തിയെങ്കിലും സാധിച്ചില്ല. ഒരു സാഹചര്യത്തിൽ 60 അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിലിറങ്ങുവാനുള്ള ശ്രമവും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും പഴക്കം ചെന്ന കിണറായത് കാരണം അതിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണെന്ന് തോന്നിയതിനെ തുടർന്നാണ് ആ ശ്രമവും ഉപേക്ഷിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ പലതും പരാജയപ്പെട്ടതോടെ ഓമനിച്ചു വളർത്തിയ പൂച്ചയെ വിട്ടുകളയാൻ 12 വയസ്സുകാരിക്ക് മനസ്സും വന്നില്ല. ഇതിനിടെയാണ് കിണറ്റിലകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വീട്ടുകാർ നടത്തിയത്. എല്ലാം പരാജയമായിരുന്നു. കല്ലിയൂർ നെടിഞ്ഞാൽ മാവുവിള സ്വദേശിനി ഷീജയുടെ വീട്ടിലെ പൂച്ചയാണ് കിണറ്റിൽ വീണത്. വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുന്നതിനിടെയാണ് പൂച്ച അബദ്ധത്തിൽ കിണറ്റിൽ വീണത്. ഷീജയുടെ മകൾ 12 വയസ്സുകാരി പാർവണയുടെ പ്രിയപ്പെട്ട പൂച്ചയാണിത്. പൂച്ച കിണറ്റിൽ വീണതോടെ 12 വയസ്സുകാരി പാർവണ വലിയ വിഷമത്തിലുമായി. ഏത് വിധേനയും പൂച്ചയെ രക്ഷിച്ചേ മതിയാവൂ എന്ന നിർബന്ധമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. കുട്ടിയുടെ ദുഃഖം കണ്ട അയൽവാസിയായ അൻസിൽ ജോർജും ഭാര്യ ശോഭയും ചേർന്നാണ് വിഴിഞ്ഞം ഫയർഫോഴ്സ് റെസ്ക്യൂ സേനയുടെ സഹായം തേടിയത്. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം കുട്ടിയെ ആദ്യം സമാധാനിപ്പിച്ചു. തുടർന്ന് ആഴക്കൂടുതലും വായുസഞ്ചാരവുമില്ലാത്ത കിണറ്റിൽ കരയിൽ നിന്നുകൊണ്ട് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ റോപ്പും സ്റ്റീൽ റാഡും ഉപയോഗിച്ച് അതിവിദഗ്ധമായി മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ പൂച്ചയെ കരയ്ക്കെത്തിച്ചത്. ഇത് കണ്ടതോടെയാണ് പാർവണയ്ക്ക് സമാധാനമായതും. സേനയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകാൻ അൻസിൽ ജോർജ് ശോഭ ദമ്പതികൾ ഒപ്പമുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ അലി അക്ബറിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സന്തോഷ് കുമാർ, അനുരാജ്, സാജൻ, ഹോംഗാർഡ് വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏത് വിധേനയായാലും പൂച്ചയെ ജീവനോടെ കരയ്ക്കെത്തിക്കുക എന്ന ഫയർഫോഴ്സിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഒരു ജീവൻ രക്ഷിച്ചത്. പൂച്ചയെ രക്ഷിക്കുന്നതിനായി ഫയർഫോഴ്സ് സംഘമെടുത്ത കഠിന പരിശ്രമത്തെ പ്രദേശവാസികൾ അഭിനന്ദിച്ചാണ് മടക്കി അയച്ചത്.